ഹായ് മക്കളെ, യെസ്, എത്രയാണ് വെയിറ്റേജ്? നമ്മുടെ കെമിസ്ട്രി എക്സാമിന് എത്ര മാർക്കിനൊക്കെയാണ് നമുക്ക് ഓരോ ഭാഗത്തുനിന്ന് ചോദിക്കുക? ഇഷ്ടംപോലെ ചാപ്റ്റർ ഇല്ല സാറേ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഗവൺമെൻറ് കൃത്യമായിട്ട് ഈ വർഷം ഇങ്ങനെ ഇതിൽ നിന്നാണ് ഇത്രയാണ് വെയിറ്റേജ്, ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയാണ് മാർക്കിന് ചോദിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. ഈ വർഷം അതിനായിട്ട് ഇറക്കിയിട്ടില്ല. മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞത് എന്താ, പിന്നെ ഈ കൊണ്ടുവന്ന് പിന്നെ എവിടുന്ന് എടുത്തതാ? ഇത് കഴിഞ്ഞ ഇയർ ക്രിസ്മസ് എക്സാമിന് ചാപ്റ്റർ ഈ ഇത്രയും മാർക്കിനാണ് ചോദിച്ചത്. ഓരോ ചാപ്റ്ററിന് ഇത്ര മാർക്കിനാണ് കൃത്യം ചോദിച്ചത്. അതിൻ്റെ ഒരു ഐഡിയ ആണ് ഈ തന്നത്, ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് എന്തിനാണ് നിങ്ങൾക്ക് തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമ്പോൾ, ഇപ്പോൾ കുറേ ചാപ്റ്റർ ഉണ്ട്, നന്നായിട്ട് പഠിച്ചൊക്കെ സെറ്റായവർക്ക് റിവിഷനൊക്കെ വേണ്ടി ഒന്ന് ഹെൽപ്ഫുൾ ആവും. ഇത് തീരെ പഠിക്കാത്തവർക്കും ഹെൽപ്ഫുൾ ആവും. എങ്ങനെ മീൻസ് കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളൂ, പേടിച്ച് നിൽക്കുന്നവരുണ്ടാവില്ല, ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടാവില്ല, എവിടുന്നാ പഠിക്കേണ്ടത് എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ ഏത് ചാപ്റ്ററിന് ഫോക്കസ് കൊടുക്കണം എന്നൊക്കെ മനസ്സിലാവും. ഇതിൽ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്മസ് എക്സാമിന് ഉള്ള ചാപ്റ്റേഴ്സ് നോക്ക്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് മുതൽ ഹാലോ ആൽക്കീൻസ്, ആൽക്കഹോൾസ്, ആൽഡിഹൈഡ് വരെയുള്ള ചാപ്റ്റേഴ്സ് എന്നാണ് അധിക വെയിറ്റേജും കൊടുത്തത്. അതിൽ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് നോക്കടാ, അതിൽ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് 18 മാർക്ക്, ആൽഡിഹൈഡ്സ് കീറ്റോൺസിന് 18 മാർക്ക്. 18 മാർക്ക്, ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ചത് ഈ രണ്ട് ചാപ്റ്ററുകളിൽ നിന്നാണ്. തൊട്ട് പിന്നാലെ ഹാലോ ആൽക്കെയിൻസും ആൽക്കഹോൾസും ഉണ്ട്, 15ഉം 12ഉം. വിച്ച് മീൻസ് ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ച് സെറ്റാക്കിക്കോളാം. അതാണ് ആദ്യം നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത്. നിങ്ങൾ സമയമില്ലാത്ത സമയത്താണ് പഠിക്കണമെങ്കിൽ ക്രിസ്മസ് എക്സാമിൻ്റെ ടോപ്പിക്സ് അടിപൊളിയായിട്ട് പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. കാര്യമായിട്ട് ഇരുന്നുള്ള 5 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് കാര്യമായിട്ട് നിങ്ങൾ തീർത്തത് കെമിക്കൽ കൈനറ്റിക്സ് ആണെങ്കിൽ അതിന് 2 മാർക്കിനാണ് ചോദ്യം വന്നത് കഴിഞ്ഞ വർഷം. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് കൃത്യം ഇങ്ങനെ തന്നെ വരണം എന്നല്ല, ഇതിൻ്റെ ഏകദേശം ഈ റൗണ്ടിലായിരിക്കും. സൊല്യൂഷൻസ് 4 മാർക്കിനാണ് വന്നത്, D&F 4 വന്നത്, ഇലക്ട്രോ കെമിസ്ട്രി 5. അപ്പം ഓണം എക്സാമിന് ഉണ്ടായിരുന്ന ചാപ്റ്റേഴ്സിന് കുറച്ച് മാർക്കിനെ അവർ ചോദിച്ചിട്ടുള്ളൂ കഴിഞ്ഞ വർഷം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സൊല്യൂഷൻസ് ഒരു 4 മുതൽ 6 വരെ മാർക്കിന് പ്രതീക്ഷിക്കാം. ഇലക്ട്രോ കെമിസ്ട്രി ഒരു 5 മുതൽ 8 വരെ മാർക്കിന് പ്രതീക്ഷിക്കാം. കെമിക്കൽ കൈനറ്റിക്സ് ഒരു 2 മുതൽ 5 മാർക്കിന് വരെ പ്രതീക്ഷിക്കാം. പ്രതീക്ഷകളാണ് ഈ പറയുന്നത്, നമുക്കൊന്ന് കൂട്ടി നോക്കണം ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട്. D&F 4 മുതൽ ഒരു 6 വരെ പ്രതീക്ഷിക്കാം. കോർഡിനേഷൻ 15ൻ്റെയും 20ൻ്റെയും ഇടക്ക് പ്രതീക്ഷിക്കാം. 15ൻ്റെയും 20ൻ്റെയും, ചിലപ്പോൾ കുറയും. ഹാലോ ആൽക്കെയിൻസ് ഒരു 15ൻ്റെയും 20ൻ്റെയും ഇടക്ക് പ്രതീക്ഷിക്കാം. ആൽക്കഹോൾസും ഇതേപോലെ ഒരു 12ൻ്റെയും 18ൻ്റെയും ഇടക്ക് പ്രതീക്ഷിക്കാം. ആൽഡിഹൈഡ്സ്, ഈ കോർഡിനേഷനും ആൽഡിഹൈഡ്സിൻ്റെ എനിക്ക് അധികം ഉണ്ടാവുക. ആൽഡിഹൈഡ്സും ഇതേപോലെ 15ൻ്റെയും 18ൻ്റെയും ഇടക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് നിങ്ങളുടെ വെയിറ്റേജ്. അപ്പോൾ ഈ വെയിറ്റേജ് കിട്ടിയോണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. വെറുതെ തീരെ വെയിറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം കളയരുത്. തീരെ പഠിക്കരുത് എന്നല്ല, പഠിക്കണം. നിങ്ങൾ കുറേ സമയം കളഞ്ഞ് ബാക്കിയുള്ള ചാപ്റ്റർ പഠിച്ചിട്ടുമില്ല. അതാണ് ഈ കാര്യമായിട്ട് പഠിച്ചത്. പോയപ്പോൾ ആകെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ട് കാര്യമല്ലല്ലോ. അപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്ത് പഠിച്ചോളാം. ഇനിയുള്ള സമയങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. നമ്മുടെ പിന്നെ ലൈവിലും കാര്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും പഠിപ്പിക്കുക. ഫോക്കസ് ചെയ്ത് ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് ആയിരിക്കും ആദ്യം ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിക്കാൻ റെഡി ഉണ്ടെങ്കിൽ ക്ലാസ്സിലേക്ക് ഓടി വാ, നമുക്ക് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരാം. ഈ രൂപത്തിൽ നമ്മൾ പഠിപ്പിച്ചു തരും. അവസാനത്തിലായിരിക്കും ഓണം എക്സാമിൻ്റെ പോർഷൻസ് നോക്കുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരാം. നിങ്ങൾ ഒരു ദിവസം പിന്നെ 7 hours ലൈവിൽ മൊത്തം ഇരുന്ന് സെറ്റായിട്ട് പഠിക്കുക. പിറ്റേ ദിവസം നിങ്ങൾ സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കുക. എന്നിട്ട് അന്നത്തെ രാത്രിയത്തെ ഷുവർ ക്വസ്റ്റ്യൻസും കൂടെ കണ്ടാൽ സെറ്റ് ആയിക്കോളും, അടിപൊളി ആയിക്കോളും. ഒന്നും പേടിക്കേണ്ട, സെറ്റായിട്ട് മുന്നോട്ട് പോകാം.